Good morning. Today going to talk about source of innovative opportunity. ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രണർ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 5th യൂണിറ്റിലെ പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഴ്സ് ഓഫ് ഇന്നോവേറ്റീവ് ഓപ്പർച്യൂണിറ്റി, എങ്ങനെയാണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയുടെ അവസരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ ദ അൺഎക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്ലേസ് നമ്പർ ഓഫ് വൺ ഏരിയസ് ലുക്ക് അറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എ ഗുഡ് മാനേജർ ഷുഡ് ബി കോൺസ്റ്റൻ്റ്ലി സ്റ്റഡിയിങ് ദ മാർക്കറ്റ്. അതായത് എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ചേഞ്ചസ് വരിക. എപ്പോഴും നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ആ ഓപ്പർച്യൂണിറ്റീസിനാണ് നമ്മൾ പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരേണ്ടത്. ഇൻകോൺഗ്രുവിറ്റി ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ വാട്ട് ഈസ് ആൻഡ് വാട്ട് ഷുഡ് ബി. അതായത് ഇത് തമ്മിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റും ആ പ്രൊഡക്റ്റിൽ വരുന്ന അപ്ഡേഷൻസും തമ്മിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടാവാനായിട്ടുള്ള ഡിസ്ക്രിപ്പൻസി, എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിലാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നത്, സക്സസ് ആയിട്ട് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫേസ്ബുക്കിനെ കുറിച്ചിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞാൽ അത് ഇന്നോവേറ്റീവ് സ്റ്റേജിൽ എല്ലാ പ്രൊഡക്റ്റുകളും നല്ല ഡിമാൻഡും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ നല്ലൊരു കോമ്പറ്റീറ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറയും. അപ്പോൾ അതിൽ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളത് കറക്റ്റ് ചെയ്തിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറയും. പ്രോസസ് നീഡ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഐഡൻറ്റിഫൈ ദ പ്രോസസ് വീക്ക് സ്പോട്ട്സ് ആൻഡ് കറക്റ്റിംഗ് റീഡിസൈനിങ്. അതിൻ്റെ പ്രോസസ്സിൽ എത്രമാത്രം ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. എക്സസിങ് കേപ്പബിലിറ്റി ഉപയോഗിച്ച് കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ അതിൽ അൺനെസസറി ആയിട്ടുള്ള വീക്ക് പോയിൻറ്റ്സൊക്കെ മൈനസ് ചെയ്തിട്ട് അതിൽ കുറവ് വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇൻഡസ്ട്രി ആൻഡ് മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച്. ഫേം ഷുഡ് ബി കണ്ടിന്യൂലി വാച്ച് ഓൺ ദിസ്. Then when a previously regulated industry becomes open, there is historically precedence for companies to enter early very successful. അതായത് മുന്നേ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനി എന്നും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിൽ വരുന്ന ഇൻകം ലെവലിൽ, ഹ്യൂമൻ ക്യാപിറ്റലിൽ, അതുപോലെ തന്നെ ഏജിന് വരുന്ന ചേഞ്ചസ് ഒക്കെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൽ അതിനനുസരിച്ച് ചേഞ്ച് വരുന്നു. സ്മാർട്ട് ഫേംസ് കോൺസ്റ്റൻ്റ്ലി പേയിങ് അറ്റൻഷൻ ടു ഇറ്റ്. ദെൻ വാട്ട് ഇറ്റ് കൻ ബി ബേബി ബൂമേഴ്സ് ബിസിനസ് ഹാവ് ബീൻ ഫോളോയിങ് ദ കോൺസ്റ്റൻ്റ്ലി ദേ ഗെറ്റ് ഓൾഡർ. ഇതൊക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓൾഡറായി പോകും. പുതിയ പുതിയ കമ്പനികൾ മാർക്കറ്റിൽ വരും, അവരുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡാണ്. ആ സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റിൽ അപ്ഡേഷൻസ് വരുത്തി മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാനായിട്ട് നമുക്ക് പറ്റണം. നെക്സ്റ്റ് ചേഞ്ചസ് ഇൻ പെർസെപ്ഷൻ, മീനിങ് ആൻഡ് മൂഡ്. അതായത് ദേ വ്യൂ ലൈഫ് ചേഞ്ചസ് വെർ they take meaning from then how they feel about things which modified over time, and smart companies pay attention to this. അതായത് നമ്മുടെ പെർസെപ്ഷൻ, മീനിങ്, മൂഡ് അതൊക്കെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ചേഞ്ചിനനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഡൗൺ ഏജിങ് എന്ന് പറയുന്ന സിസ്റ്റം, 50 വയസ്സുള്ള ആൾക്കാരും 40 വയസ്സുള്ള ആൾക്കാർ ജീവിക്കുന്ന പോലെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ അങ്ങനെ ആ ഡൗൺ ഏജിങ് അപ്പോൾ എബവ് 50 ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ എബവ് 40 ഉള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന പ്രൊഡക്റ്റ് 50-ന് ശേഷമുള്ളവർ ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഓവർകം ചെയ്ത് 50-ലുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത്. ന്യൂ നോളജ്. റെവല്യൂഷൻ ഇൻക്രീസസ്, ദർ വിൽ ബി എൻ എവർ ഇൻക്രീസിങ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. എപ്പോഴും പുതിയ ഇൻ്റർനെറ്റിലോ ഇതിലൊക്കെ വരുമ്പോൾ നോട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. പ്ലന്തോറ ഓഫ് അതർ ഇൻഡസ്ട്രീസ്. അതായത് നല്ല നല്ല പ്രൊഡക്റ്റുകളും കാര്യങ്ങളും പുതിയ കമ്പനികളൊക്കെ മാർക്കറ്റിൽ വളരെ സമൃദ്ധമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ അറിവുകൾ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മുടെ പ്രൊഡക്റ്റിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ഓക്കെ, താങ്ക് യു.